പണമുള്ള എല്ലാ ആളുകൾക്കും ഹാപ്പിനെസ് ഇല്ല. എന്നാൽ ഹാപ്പിനെസ്സുള്ള ആളുകളുടെ കയ്യിൽ പണവുമില്ല. അതിന് എങ്ങനെയായിരിക്കും അൻവർ സാം? എനിക്ക് ഈ പറഞ്ഞതിൽ കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ അതിനെ വേറൊരു രൂപത്തിൽ പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാം. പണം മാത്രം നമുക്ക് ഹാപ്പിനെസ് നൽകിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പണത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മളൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ തീർച്ചയായും നമുക്ക് സന്തോഷമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. അതിൽ ബന്ധങ്ങൾ വരും, ആരോഗ്യം വരും, ബിസിനസ് വരും, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി വരും, എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനമാണ്. പണം മാത്രം പ്രധാനമെന്ന് പറയുന്നതാണ് ശരിയല്ലാത്തത്. പണം പ്രധാനമാണ്, നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ പ്രധാനമാണ്, ആരോഗ്യം പ്രധാനമാണ്, ബിസിനസ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് 9 മേഖലകളെക്കുറിച്ചാണ് ഞാൻ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. 9 മേഖലകളുണ്ട്. ഈ 9 മേഖലകളും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ 9 മേഖലകളിലും നമുക്ക് ഹാർമണി ഉണ്ട് എങ്കിൽ പണം എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ് തരിക. ആ പണം കൊണ്ട് നമുക്ക് നല്ല ബന്ധങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഒരുപാട് ആളുകളുടെ കണ്ണീര് ഒപ്പാൻ കഴിയും ഈ പണം ഉണ്ടെങ്കിൽ. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുക. നിങ്ങളുടെ സമ്പാദത്തിൻ്റെ ഒരു വിഹിതം ഈ സമൂഹത്തിന് നൽകുക. നിങ്ങൾ ഈ സമൂഹത്തിന് വലിയ താങ്ങാവാൻ, തണലാവാൻ ഒരു വൻ മരമായി മാറുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ സമ്പത്തുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് ധാരാളം സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുക. കർമ്മമണ്ഡലമായിട്ട് പണത്തെ കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി ഞാൻ പറയട്ടെ. കർമ്മമണ്ഡലമായിട്ട് ഞാനൊരു ദിവസം ഒരു യാത്ര കാലിക്കറ്റിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നിരുന്നു. ഞാനുണ്ട്, വേറൊരാളും ഉണ്ട്. ഞാനപ്പോൾ അവിടെ നിന്നൊരു പോപ്കോൺ എന്തോ ഇങ്ങനെ കുറച്ചുണ്ട്, മൊബൈലും കൊണ്ടിരിക്കും. എൻ്റെ കൂടെ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ജെൻറ്റിൽമാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AC-യിലാണ് ഞാനും ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കടന്നു വരുന്നു. വേറൊരു വളരെ പീസായിട്ടുള്ളൊരു മനുഷ്യൻ കടന്നു വരും. ഞാൻ ഒരു റൗണ്ടിൻ്റെ ഒരു സൈഡിലിരിക്കുന്നു, മറ്റേ ആളൊരു സൈഡിലിരിക്കുന്നു, ഇയാൾ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്വാഭാവികമായിട്ട് ഒരു 3 പേരുള്ളപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ, പരസ്പരം മിണ്ടിയിരിക്കുമല്ലോ. എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ, ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നു. ശരി. മറ്റേ ആൾ ഒരു സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്, എറണാകുളത്തൊരു മീറ്റിങ്ങിന് വേണ്ടി പോവാണ്. ഞാനിതൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ മൊബൈൽ കാണുകയും ചെയ്യുന്നുണ്ട്. ആളിങ്ങനെ പരിചയപ്പെട്ടിട്ട് വെറുതെ അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ 2 പേരും 3 പേരും ഒരുമിച്ചായിരുന്നു. സീറ്റ് ഉണ്ടായിരുന്നു, അതും അവിടെ നടന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അതിനിടെ ഇയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഞാൻ ഹോട്ടൽ ബിസിനസ്സാണ്, എനിക്കിവിടെ ഹോട്ടലുണ്ട്, പുറത്ത് ഹോട്ടലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഹോട്ടലുണ്ട്. എങ്കിലും ഇയാൾ ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. അയാൾ കണ്ടാൽ വെൽ ഡ്രസ്ഡാണ്, നല്ല ഫിനാൻഷ്യലി നല്ല സൗണ്ടായിട്ടുള്ളൊരു പേഴ്സൺ തന്നെ. ഈ ആൾ കൂടെ കയറിയ ആൾ തൃശ്ശൂരായപ്പോൾ ഇറങ്ങി. ശരി, പോകാൻ നേരത്ത് മറ്റേ ആളോടൊരു കാര്യം പറഞ്ഞു. ഞാൻ നോട്ടീസ് ചെയ്ത്, നിങ്ങൾക്ക് പണമുണ്ടാകാം, ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് പണമുണ്ടാകാം, ബന്ധങ്ങളുണ്ടാകാം, അതിനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ കർമ്മമണ്ഡലം, നിങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ കളങ്കം വരുത്തരുത്. വരുത്തിയാൽ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഒന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞിട്ട് പോയി. ഇത് ഞാനും കേൾക്കുന്നുണ്ട്. ഞാനപ്പോൾ അയാളോട് ചോദിച്ചു, ഹോട്ടൽ ബിസിനസ് ആണല്ലേ? അപ്പോൾ ഹോട്ടൽ ബിസിനസ്സാണ്, ഭയങ്കര ടെൻഷനാണ്. പുള്ളി പറയണം, അവിടെ നിന്ന് സാധനം വരണം, ഇവിടെ നിന്ന് സാധനം വരണം, പ്രോഫിറ്റ് നോക്കണം, ഇത് നോക്കണം. ഞാൻ റീഡ് ചെയ്തെടുത്തുന്നതെന്നറിയോ,
ഈ ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ പോലും ഈ ഹോട്ടലിൽ ഇയാൾ ക്വാളിറ്റി അല്ല ഫുഡല്ല കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പണത്തിലൂടെ അയാൾക്ക് ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതെ, മനുഷ്യന് കൊടുത്ത ഫുഡ്, ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഒരാൾ മനുഷ്യന് കൊടുക്കുന്ന ഫുഡ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് എടുത്ത്. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. പണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഈ പാലാരിവട്ടത്തെ എറണാകുളം MG റോഡിൽ ഒരു പോഞ്ഞിക്കര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പോഞ്ഞിക്കര ഒരു 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 വളരെ വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിഷി എന്ന് പറയുന്ന ഒരു ഓണറുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് സീ ഫുഡുകൾ വെച്ചിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പം ഇതിനിടയിൽ ഒരാളവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ പൈസയും കൊടുക്കുന്നുണ്ട്, ഇയാളൊന്നും നോക്കുന്നില്ല. അപ്പം ഇയാളോട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാകാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ കാശൊന്നും? ആളുകൾ കഴിക്കട്ടെ, ആളുകൾ കഴിക്കട്ടെ, എനിക്കതിലാണ് സംതൃപ്തി, എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ പ്രൈസൊക്കെ നമ്മൾ ആൾക്കാർ വരുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എനിക്കൊരു മീൻ വേണമെന്ന്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, ആളുകൾ അതിനനുസരിച്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നഷ്ടമില്ല? നഷ്ടമൊന്നുമില്ല, നമ്മളിങ്ങനെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്? പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ആളുകൾ നല്ല സാധനം കഴിക്കട്ടെ. രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടോ? പണവും ഫീലിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്ന് പറയാമോ? പണവും ഫീലിങ്ങും തമ്മിൽ വലിയ കണക്ഷനാണുള്ളത്. നമുക്ക് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഫീലിംഗ് എന്താണോ അത്രയും പണമാണ് നമ്മളെടുത്തുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ കടമാണുള്ളതെങ്കിൽ 5 ലക്ഷം രൂപ കടമുള്ള ഫീലിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഫീലിംഗ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം. ഫീലിംഗ് ആണ് ക്രിയേഷൻ ഉണ്ടാക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ക്രിയേഷൻ പവർ ഉണ്ടാവുന്നത്, കാരണം നമുക്ക് ക്രിയേഷൻ പവർ ഉണ്ട് ഇവിടെ. അതിന് കോ ക്രിയേഷൻ പവർ എന്നാണ് പറയാം. നമ്മുടെ മാത്രം പവർ അല്ല അത്, നമ്മളിലൂടെ നമ്മുടെ നല്ലൊരു ഇൻറ്റൻഷനിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതിന് വലിയ പവറുണ്ട്. അപ്പോൾ ആ പവർ നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫീലിങ്ങിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു പണം നഷ്ടപ്പെട്ട ഫീലിംഗ് ആണ് എനിക്കുള്ളത് നോക്കുക. ഞാൻ ആ ഫീലിങ്ങിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത ഒരു പണം നഷ്ടപ്പെടൽ ഉടൻ നമുക്ക് പ്രതീക്ഷിക്കാം. പോസിബിലിറ്റീസ് വെരി ഹൈ ഉണ്ട്. കാരണം അങ്ങനത്തെ എക്സ്പീരിയൻസിലെ ആളുകൾ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. അതെ, അവരെന്തും പറയും. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയാൽ അയ്യോ 5 ലക്ഷം രൂപ പോയി എന്ന ഫീലിങ്ങിൽ നടന്നാൽ ചിലപ്പോൾ 5 രൂപ പിന്നെയും പോകാനുള്ള, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. കാരണം നമ്മളെ ഫോക്കസ് എവിടെയാണ്, നമ്മളെന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലേക്കാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. എന്തിനു വേണ്ടിയാണോ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും നല്ല ഇൻറ്റൻഷനോടുകൂടി, നല്ല നീയത്തോടുകൂടി, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടി, വളരെ പ്രചോദനാത്മകമായ ആക്ഷനോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. കാരണം നമ്മൾ അത്രമാത്രം ബ്ലെസ്ഡ് ആയിട്ടാണ് ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത്. അതിൽ യാതൊരു സംശയമില്ല.